നമസ്കാരം. ഷെക്കേന അമേരിക്കാസ് വീക്ക്ലി റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ് ജോസഫ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. ഇറാൻ ജനങ്ങൾക്ക് സന്ദേശവുമായി വീണ്ടും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാൻ ഭരണകൂടത്തിൻ്റെ ജനവിരുദ്ധമായ നടപടികളെയും തെറ്റായ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളെയും വർദ്ധിച്ചു വരുന്ന തീവ്രവാദി ബന്ധങ്ങളെയും ഓർമ്മിപ്പിച്ചായിരുന്നു നെതന്യാഹുവിൻ്റെ അഭിസംബോധന. People of Iran, as we see history unfold before our very eyes, I can only imagine what you're feeling right now. Your oppressors spent over $30 billion supporting Assad in Syria. ഒരു മാസത്തിനിടയിൽ ഇത് രണ്ടാം തവണയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാൻ പൗരന്മാരോട് സംസാരിക്കുന്നത്. ഇറാൻ ഭരണകൂടത്തിന്റെ ഭരണപരാജയവും ഇസ്രായേൽ വിരോധവും മൂലം ഭീകരരെയും മറ്റ് രാഷ്ട്രങ്ങളെയും ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുവാൻ സഹായിക്കുന്ന നടപടികളും ജനത്തിനു മുമ്പിൽ നെതന്യാഹു തുറന്നുവെക്കുന്നു. ഇറാൻ സിറിയയിലെ അസദിനെ പിന്തുണയ്ക്കാൻ $30 ബില്യൺ ചെലവഴിച്ചു. വെറും 11 ദിവസത്തിനുള്ളിൽ അസദ് ഭരണം തകർന്നു. ഗാസയിൽ ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കാൻ ഹമാസിന് കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ചു. ഗാസയുടെയും ഹമാസിന്റെയും നില നാശത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ലെബനോനിലെ ഹിസ്ബുള്ളയെ ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കാൻ $20 ബില്യൺ നൽകി സഹായിച്ചു. ഇതാ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഹിസ്ബുള്ളയുടെ നേതാക്കന്മാരും ഭീകരരും അവരുടെ ആയുധങ്ങൾ നശിച്ചുവെന്ന കണക്കുകൾ നിരത്തി ഇറാൻ ജനതയോട് സംസാരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി. കൂടാതെ ഇറാനിലെ സ്വേച്ഛാധിപതികൾ തീവ്രവാദികളെ പിന്തുണച്ച് പാഴാക്കിയ ആയിരക്കണക്കിന് ഡോളർ ഉപയോഗിച്ച് പുതിയ റോഡുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ നിങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കാമായിരുന്നുവെന്നും നെതന്യാഹു ഓർമ്മിപ്പിക്കുന്നു. ഇറാൻ ഭരണകൂടം മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല ലോകമെങ്ങും മതമൗലിക സ്വേച്ഛാധിപത്യം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ഹമാസിന്റെ പതനം, ഹിസ്ബുള്ളയുടെ നാശം ഇതെല്ലാം വരുത്തിവെച്ച ചെയിൻ റിയാക്ഷനാണെന്നും ഇസ്രായേൽ അതിന്റെ പോരാട്ട വിജയമാണ് ഇവയ്ക്കെതിരെ നേടിയതെന്നും നെതന്യാഹു വ്യക്തമാക്കുന്നു. അവസാനമായി ഇസ്രായേലിനോട് സമാധാനം ആഗ്രഹിക്കുന്നവരോട് തിരിച്ചും ഇസ്രായേൽ സമാധാനം ആഗ്രഹിക്കുന്നുവെന്നും അത് ഇറാൻ ജനതയ്ക്ക് അറിവുള്ള കാര്യമാണെന്നും നിങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നവരാണെന്നും ഇറാൻ ഭരണത്തിൽ നിങ്ങൾ കഷ്ടപ്പെടുന്നതായും ബെഞ്ചമിൻ നെതന്യാഹു ഇറാൻ ജനങ്ങളോട് പറയുന്നു. ഇറാൻ ഭരണകൂടം ശരിക്കും ഇറാൻ ജനതയെ ഭയപ്പെടുന്നു. ഒരു ദിവസം നിങ്ങൾ സ്വതന്ത്രരാകും. സാൻ സെൻഡേഗി ആസാദി, അതായത് സ്ത്രീ, ജീവിതം, സ്വാതന്ത്ര്യം, അതാണ് ഇറാന്റെ ഭാവിയെന്നും അതാണ് സമാധാനത്തിന്റെ ഭാവിയെന്നും അതിലേക്ക് നമ്മൾ ഒരുമിച്ച് വളരെ വേഗം എത്തിച്ചേരുമെന്നും പശ്ചിമേഷ്യയെ ഐശ്വര്യത്തിന്റെയും പുരോഗതിയുടെയും സമാധാനത്തിന്റെയും വിളക്കുമാടമാക്കി മാറ്റുമെന്നും ഇറാൻ ജനതയോട് പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്. റഷ്യ അമേരിക്ക നയതന്ത്ര ബന്ധം ഉലഞ്ഞതിന് പിന്നാലെ അമേരിക്കയിലേക്ക് യാത്ര ചെയ്യരുതെന്ന് പൗരന്മാർക്ക് കർശന നിർദ്ദേശവുമായി റഷ്യ. യൂറോപ്പിലേക്ക് യാത്ര ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും നിർദ്ദേശം നൽകി. റഷ്യ അമേരിക്ക ബന്ധം തകർച്ചയുടെ വക്കിലാണെന്ന് റഷ്യൻ വിദേശകാര്യ വക്താവ് മാരിയ സഗാറോവ പറഞ്ഞു. 1962 ക്യൂബൻ മിസൈൽ പ്രതിസന്ധിക്ക് ശേഷം ആദ്യമായാണ് റഷ്യ അമേരിക്ക നയതന്ത്ര ബന്ധം വഷളായിരിക്കുന്നത്. അമേരിക്കൻ ഉദ്യോഗസ്ഥരാൽ വേട്ടയാടപ്പെടാൻ സാധ്യതയുണ്ടെന്നും റഷ്യ പൗരന്മാർക്ക് നൽകിയ മുന്നറിയിപ്പിൽ പറയുന്നു. അത്യാവശ്യങ്ങൾക്കല്ലാതെ അമേരിക്കയിലേക്ക് പോകുന്നത് റഷ്യൻ പൗരന്മാർക്ക് ഗൗരവതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് അധികൃതർ പറഞ്ഞു. റഷ്യയിലേക്ക് അനാവശ്യ യാത്രകൾ പാടില്ലെന്ന് അമേരിക്കയും തങ്ങളുടെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്കൻ പൗരന്മാർ അനധികൃതമായി തടവിൽ അടയ്ക്കപ്പെടാനോ ഉപദ്രവിക്കപ്പെടാനോ സാധ്യതയുണ്ടെന്നായിരുന്നു വൈറ്റ് ഹൌസിൽ നിന്നുള്ള മുന്നറിയിപ്പ്. യുക്രൈന് അമേരിക്ക $62 ബില്യൺ സാമ്പത്തിക സഹായം നൽകിയതിന് പിന്നാലെയാണ് റഷ്യ അമേരിക്ക ബന്ധത്തിൽ ആഴത്തിൽ വിള്ളലുണ്ടായത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അപകടത്തിലാണെന്ന് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ തുറന്ന് സമ്മതിച്ചു കഴിഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്. 1961 പ്രാബല്യത്തിൽ വന്ന കേരള ഫോറസ്റ്റ് ആക്ട് വീണ്ടും പരിഷ്കരിക്കുന്നതിനുള്ള കരട് വിജ്ഞാപനം അംഗീകരിക്കാനാവില്ലെന്ന് KCBC ജാഗ്രതാ കമ്മീഷൻ. ജനദ്രോഹപരവും വനപാലകർക്ക് കൂടുതൽ അധികാരങ്ങളും കൂടുതൽ ദുരുപയോഗ സാധ്യതകളും നൽകുന്ന ഈ നിയമപരിഷ്കരണം പ്രതിഷേധാർഹവും പിൻവലിക്കപ്പെടേണ്ടതുമാണെന്ന് KCBC ചൂണ്ടിക്കാട്ടി. 1961 പ്രാബല്യത്തിൽ വരികയും പലപ്പോഴായി പരിഷ്കരിക്കപ്പെടുകയും ചെയ്ത കേരള ഫോറസ്റ്റ് ആക്ട് വീണ്ടും പരിഷ്കരിക്കുന്നതിനായുള്ള കരട് വിജ്ഞാപനം വനം വകുപ്പ് പ്രസിദ്ധപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ശക്തമായ പ്രതിഷേധവുമായി KCBC ജാഗ്രതാ കമ്മീഷൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഗൗരവമേറിയതും പ്രധാനപ്പെട്ടതുമായ ചില മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പുതിയ ബിൽ. വനനിയമം ജനദ്രോഹപരമെന്ന പരാതികൾ നിരന്തരം ഉയർന്നുകൊണ്ടിരിക്കുന്നതും ജനപക്ഷത്തു നിന്നുള്ള പരിഷ്കരണങ്ങൾക്ക് ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ ഈ കാലഘട്ടത്തിൽ ആശങ്ക
ആശങ്കാജനകമായ മാറ്റങ്ങളാണ് പുതിയ ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിഴത്തുകയുടെ വൻ വർധനവ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് നൽകിയിരിക്കുന്ന പരിധിവിട്ട അധികാരങ്ങൾ, മത്സ്യബന്ധനം, പാഴ്വസ്തുക്കൾ വനപ്രദേശത്തോ വനത്തിലേക്കോ ഒഴുകിയെത്തുന്ന പുഴയിലോ എത്തിപ്പെടുന്നത് ശിക്ഷാർഹമാക്കിയിരിക്കുന്നത് തുടങ്ങിയ പരിഷ്കരണങ്ങൾ വനാതിർത്തികളിൽ ജീവിക്കുന്ന സാധാരണക്കാർക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നവയാണെന്ന് KCBC ജാഗ്രതാ കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. വനനിയമം കൂടുതൽ ജനദ്രോഹപരവും ദുരുപയോഗ സാധ്യതകൾ വർദ്ധിക്കുന്ന വിധത്തിലേക്കുമായി മാറുന്നത് അംഗീകരിക്കാനാവുന്നതല്ല എന്നും സംശയത്തിന്റെ പേരിലോ തെറ്റിദ്ധാരണകളുടെ പേരിലോ അനേകം നിരപരാധികൾ ശിക്ഷിക്കപ്പെടാൻ ഇത്തരം കരിനിയമങ്ങൾ കാരണമാകുമെന്നും KCBC ജാഗ്രതാ കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. വനപാലകർക്ക് കൂടുതൽ അധികാരങ്ങളും കൂടുതൽ ദുരുപയോഗ സാധ്യതകളും നൽകുന്ന ഈ നിയമപരിഷ്കരണം പ്രതിഷേധാർഹവും പിൻവലിക്കപ്പെടേണ്ടതുമാണെന്നും കമ്മീഷൻ പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. വനം സംരക്ഷിക്കപ്പെടണമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. എന്നാൽ വന്യജീവി ശല്യം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ അത് ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിനും നിയമങ്ങൾ ജനജീവിതത്തിന് തടസ്സമാകാതിരിക്കുന്നതിനും ആവശ്യമായ പരിഷ്കരണങ്ങൾക്കാണ് വനം വകുപ്പ് ഈ ഘട്ടത്തിൽ തയ്യാറാവേണ്ടതെന്നും വന്യമൃഗങ്ങളെ വനത്തിന്റെ പരിധിയിൽ നിലനിർത്താൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നിർബന്ധിതരാകുന്ന വിധത്തിലുള്ള വകുപ്പുകൾ വനനിയമത്തിൽ കൂട്ടിച്ചേർക്കപ്പെടണമെന്നും KCBC വ്യക്തമാക്കി. തങ്ങളുടെ പരിധിയിലുള്ള വനത്തിൽ നിന്ന് വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് പ്രവേശിക്കുന്ന പക്ഷം ഉദ്യോഗസ്ഥർക്ക് അക്കാര്യത്തിലുള്ള ചുമതല ഉറപ്പാക്കപ്പെടേണ്ടതുണ്ടെന്നും അത്തരം സംഭവങ്ങൾ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയായി പരിഗണിക്കപ്പെടണമെന്നും കൂടാതെ പ്രദേശത്തിന്റെ അത്യാവശ്യ വികസനം പോലും തടസ്സപ്പെടുത്തുന്ന നിലവിലുള്ള നിയമങ്ങൾക്ക് ജനോപകാരപ്രദമായ പരിഷ്കരണങ്ങൾ വരുത്താനും സർക്കാർ തയ്യാറാവണമെന്നും ഓർമ്മപ്പെടുത്തിയാണ് KCBC ജാഗ്രതാ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഡോക്ടർ മൈക്കിൾ പുളിക്കൽ സിയമായി പുറത്തുവിട്ട പ്രസ്താവന അവസാനിക്കുന്നത്. ചേർസ് ഡെസ്ക് ഷെക്കിനായി ന്യൂസ്. ആധുനിക കാലഘട്ടത്തിൽ യാക്കോബായ സുറിയാനി സഭയെ പ്രതിസന്ധികളിൽ നിന്ന് വീണ്ടെടുക്കുവാൻ അഹോരാത്രം കഠിനാധ്വാനം ചെയ്ത മഹാപ്രധാനാചാര്യനായിരുന്നു ഭാഗ്യസ്മരണാർഹനായ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയെന്ന് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ. ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയുടെ 40ാം ഓർമ്മദിനത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച ശേഷം നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ. പുണ്യശ്ലോകനായ ശ്രേഷ്ഠമോർ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ 40ാം ഓർമ്മദിനം ഭക്തി നിർഭരമായി. ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ മോറാൻമോർ ഇഗ്നാത്യാസ് അപ്രേം തിതിയൻ പാത്രിയർക്കീസ് ബാവ ശുശ്രൂഷകൾക്ക് പ്രധാന കാർമ്മികത്വം വഹിച്ചു. പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയുടെ പ്രസംഗം അഭിവന്യ ഡോക്ടർ കുര്യാക്കോസ് മോർ തെയോഫിലോസ് മെത്രാപ്പൊലീത്ത പരിഭാഷപ്പെടുത്തി. ആമുഖ പ്രസംഗത്തിൽ തന്നെ വഴി നടത്തിയ പിതാവായിരുന്നു ശ്രേഷ്ഠ ബാവയെന്നും വിശ്വാസി ഹൃദയങ്ങളിലെയും പൊതുസമൂഹത്തിന്റെയും ഇടയിൽ ബാവയ്ക്കുണ്ടായിരുന്ന സ്ഥാനമാണ് ബാവ കാലം ചെയ്ത സമയത്തും കബറടക്ക ശുശ്രൂഷയിലും തുടർന്ന് ഈ 40 ദിവസങ്ങൾ വരെ തുടർച്ചയായി നടന്ന വിശുദ്ധ കുർബാനയിലെയും ശുശ്രൂഷകളിലെയും ഇന്ന് നടക്കുന്ന ഈ 40ാം ഓർമ്മദിന പരിപാടിയിലെയും വിശ്വാസികളുടെ പങ്കാളിത്തമെന്നും മലങ്കര മെത്രാപ്പൊലീത്തയും കാതോലിക്കേറ്റ് അസിസ്റ്റന്റുമായ അഭിവന്യ ജോസഫ് മോർ ഗ്രിഗോറിയസ് തിരുമേനി പറഞ്ഞു. മലങ്കര മെത്രാപ്പൊലീത്ത അഭിവന്യ ജോസഫ് മോർ ഗ്രിഗോറിയസ്, അഭിവന്യ എബ്രഹാം മോർ സേവറിയോസ്, പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനഹദോസ് സെക്രട്ടറി അഭിവന്യ തോമസ് മോർ തിമോത്തിയോസ്, അഭിവന്യ മാത്യൂസ് മോർ ഇവാനിയോസ്, പാത്രിയർക്കീസ് ബാവയുടെ കൂടെ വന്ന മോർ ക്ലീമിസ് ഡാനിയൽ മെത്രാപ്പൊലീത്ത, മോർ ജോസഫ് ബാലി മെത്രാപ്പൊലീത്ത, പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയുടെ മലങ്കര അഫയേഴ്സ് സെക്രട്ടറി മർക്കോസ് മോർ ക്രിസ്താഫോറസ് മെത്രാപ്പൊലീത്ത എന്നിവർ സഹകാർമ്മികരായിരുന്നു. പത്മശ്രീ MA യൂസഫ് അലി ശ്രേഷ്ഠ ബാവയെ അനുസ്മരിച്ച് പ്രഭാഷണം നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് ശ്രേഷ്ഠ ബാവയുടെ ജീവചരിത്രമടങ്ങുന്ന 3 വാല്യങ്ങളുള്ള മലങ്കരയുടെ യാക്കോബായ ബുർദാന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മവും സഭ വർക്കിംഗ് കമ്മിറ്റി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും വിശദാംശങ്ങളടങ്ങിയ ഡയറക്ടറിയും പ്രകാശനം ചെയ്തു. ശ്രേഷ്ഠ ബാവയുടെ ജീവിത നാൾ വഴികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മിസ്പ മാർ ബസേലിയോസ് തോമസ് ഡിജിറ്റൽ മ്യൂസിയത്തിന്റെ നിർമ്മാണോദ്ഘാടനവും ചടങ്ങിൽ നിർവഹിച്ചു. വിശുദ്ധ കുർബാനയിലും അനുസ്മരണത്തിലും പരിശുദ്ധ സഭയിലെ അഭിവന്യരായ തിരുമേനിമാരും ശ്രീ ബെന്നി ബെഹനാൻ MP, മുൻ മന്ത്രി ശ്രീ S ശർമ്മ, MLA മാരായ ശ്രീ PV ശ്രീനിജൻ, അനൂപ് ജേക്കബ്, എൽദോസ് കുന്നപ്പള്ളി, അൻവർ സൗദത്ത്, മാത്യു കുഴൽനാടൻ, റോജി M ജോൺ, വന്യ കോറെപ്പിസ്കോപ്പമാരും വൈദികരും സിസ്റ്റേഴ്സും സഭാഭാരവാഹികളും 10,000-കണക്കിന് വിശ്വാസികളും പങ്കെടുത്തു. ദിവംഗതനായ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയുടെ ജീവിത ലാളിത്യവും അദ്ദേഹം പുലർത്തിയിരുന്ന ജീവിത വിശുദ്ധിയും സഭാസ്നേഹവും പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ അനുസ്മരിച്ചു. Today we are gathered to celebrate a good name. ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് ആ ഒരു നല്ല പേര് അല്ലെങ്കിൽ സൽപേര് അത് ആർജിച്ച ഒരു ജീവിതത്തെ ആഘോഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. A good name that remains with us and in the hearts of millions of people throughout the world. ആ നല്ല പേര് അല്ലെങ്കിൽ ആ സൽപേര് ആർജിച്ച വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ മാത്രമല്ല ലോകത്ത് ആകമാനമുള്ള
ആയിരക്കണക്കിന് പതിനായിരക്കണക്കിനുള്ളതായ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഒരു പേരാണ്. Not only the hearts of members of his flock, of you, but the hearts of many, many thousands of people who knew him, who may be from outside of this flock. പരിശുദ്ധ സഭയിലെ മക്കളുടെ ഹൃദയത്തിൽ മാത്രമല്ല നാമം തങ്ങി നിൽക്കുന്നത്, മറിച്ച് അദ്ദേഹത്തെ അറിയുന്നവരായ നാനാജാതി മതസ്ഥരായ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള അനേകരുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഒരു നാമമാണ് ആ നാമം. People of different Christian denominations, of people of Islamic faith and Buddhists, Hindus, others, all those who knew late Catholicos have kept his name in their hearts. ക്രിസ്ത്യാനികൾ, വിവിധ ക്രൈസ്തവ സഭകളിലെ ആളുകൾ മാത്രമല്ല, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ബുദ്ധമതക്കാരും അങ്ങനെ സകലരെയും ഒത്തിരി മനുഷ്യരുടെ, പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഒരു നാമമാണ് ശ്രേഷ്ഠ ബാവാ തിരുമേനിയുടെ നാമമെന്ന് പറയുന്നത്. 40-ാം ഓർമ്മ ദിനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും 32 കൗണ്ടറുകളിലായി സദ്യ നൽകുകയുണ്ടായി. ശ്രേഷ്ഠ ഭാവിയുടെ കരുതലിന്റെ തണലിൽ താൽക്കാലികമായി നഷ്ടപ്പെട്ട 11 ദേവാലയങ്ങൾക്ക് 1 ലക്ഷം രൂപ വീതം നൽകി. പുത്തൻകുരിശ് പീഡനങ്ങളുടെ നടുവിൽ യാക്കോബായ സുറിയാനി സഭയെ കരുതലോടെ നയിച്ച മഹായിടയൻ തന്റെ 2017 ശേഷം താൽക്കാലികമായി നഷ്ടപ്പെട്ട് കഷ്ടതകളിലൂടെ കടന്നുപോകുന്ന പള്ളികളെയും വിശ്വാസികളെയും സംരക്ഷിക്കണമെന്നും തന്റെ കയ്യിലുള്ള സമ്പാദ്യവും തന്റെ വാഹനവും വിറ്റുകിട്ടുന്ന തുക മുഴുവൻ അത്തരത്തിലുള്ള പള്ളികൾക്കായി നൽകണമെന്ന ബാവയുടെ വിൽപത്രത്തിലെ ആഗ്രഹ പൂർത്തീകരണം 40-ാം ഓർമ്മ ദിനത്തിൽ ആദ്യപടിയായി നിറവേറ്റി. താൽക്കാലികമായി നഷ്ടപ്പെട്ട മുഴുവൻ പള്ളികൾക്കും നൽകുന്നതിന്റെ പ്രാരംഭമായി 11 പള്ളികൾക്ക് 1 ലക്ഷം രൂപ വീതം ഇന്ന് പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ നൽകി. ഭാഗ്യസ്മരണാർഹനായ തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള ഈ ശുശ്രൂഷയെ പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ അനുമോദിച്ചു. ലോകം വലിയ വെല്ലുവിളികളെ നേരിടുകയാണെന്നും സഹിഷ്ണുതയും സഹവർത്തിത്വവും നഷ്ടപ്പെട്ട ഇന്നത്തെ കാലഘട്ടത്തിൽ സമാധാനം ആവശ്യമാണെന്നും പ്രത്യേകിച്ച് സിറിയയിലെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ പറഞ്ഞു. സിറിയയിലെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഡിസംബർ 17 വരെയുള്ള തന്റെ ഭാരത സന്ദർശനം വെട്ടിച്ചുരുക്കി ചൊവ്വാഴ്ച രാവിലെ 9:50 നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും മടങ്ങുമെന്നും പരിശുദ്ധ ബാവ പറഞ്ഞു. ചർച്ച് ഡെസ്ക്, ഷെക്കിനായ ന്യൂസ്. തലശ്ശേരി അതിരൂപത ഫാമിലി അപ്പസ്റ്റോലറ്റിൻ്റെയും ബൈബിൾ അപ്പസ്റ്റോലറ്റിൻ്റെയും ആഭിമുഖ്യത്തിൽ അമ്മമാർക്കായി സംഘടിപ്പിച്ച വചനമെഴുത്ത് മത്സരം ശ്രദ്ധേയമായി. പരിശുദ്ധ അമ്മ ദൈവവചനത്തെ ഉദരത്തിൽ സ്വീകരിച്ച് മനുഷ്യനായി പിറന്ന ദൈവപുത്രന് ജന്മം നൽകിയതുപോലെ വചനത്തെ ഹൃദയത്തിൽ ഉപാസിച്ച അമ്മമാർ തങ്ങളുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ കരുത്തരാകണം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് മത്സരം സംഘടിപ്പിച്ചത്. 9 സെന്ററുകളിലായി 1000-ഓളം അമ്മമാർ മത്സരത്തിൽ പങ്കുചേർന്നു. 4 സുവിശേഷങ്ങളിൽ നിന്നുള്ള വചനങ്ങൾ മാത്രമാണ് ഇപ്രാവശ്യം എഴുതാനുണ്ടായിരുന്നത്. പരിശുദ്ധ അമ്മ ദൈവവചനത്തെ ഉദരത്തിൽ സ്വീകരിച്ച് മനുഷ്യനായി പിറന്ന ദൈവപുത്രന് ജന്മം നൽകിയതുപോലെ വചനത്തെ ഹൃദയത്തിൽ ഉപാസിച്ച അമ്മമാർ തങ്ങളുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ കരുത്താവണമെന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഈ മത്സരം സംഘടിപ്പിച്ചത്. തലശ്ശേരി അതിരൂപത ബൈബിൾ അപ്പോസ്തലിക് ഡയറക്ടർ റവറ ഡോക്ടർ ഫിലിപ്പ് കവീൽ, ഫാമിലി അപ്പോസ്തലിക് ഡയറക്ടർ റവറ ഡോക്ടർ ജോബി കോവാട്ട്, ആനിമേറ്റർ സിസ്റ്റർ ലിൻഡ CHF, ബ്രദർ സ്കറിയ പായിക്കാട്ട്, ഷീബ തെക്കേടിത്തിലിന്റെ നേതൃത്വത്തിലുള്ള അതിരൂപത മാതൃവേദി ഭാരവാഹികൾ എന്നിവർ മത്സരത്തിന് നേതൃത്വം നൽകി. മേഖലാ ഡയറക്ടർമാരായ ഫാദർ ജോയ്സ് കാരിക്കത്തടം, ഫാദർ ജോയ്സ് പാലിക്കൽ, ഫാദർ വർഗീസ് ചെരിയമ്പുറത്ത്, ഫാദർ തോമസ് മേനപ്പാട്ടുപടിക്കൽ, ഫാദർ ഷാജി കണിയാമറ്റും, ഫാദർ ജിബി കോയിപ്പുറം, ഫാദർ സെബാസ്റ്റ്യൻ മുട്ടത്തുപാറ, ഫാദർ ജോസഫ് നിറപ്പേൽ, ഫാദർ തോമസ് കീടാരത്തിൽ എന്നിവരോടൊപ്പം മേഖല ആനിമേറ്റേഴ്സ്, മേഖല ഭാരവാഹികൾ എന്നിവർ ഓരോ സെന്ററിലും മത്സരം നിയന്ത്രിച്ചു. തിരുപ്പിറവി ആഘോഷത്തിനായി ഏറ്റവും അർത്ഥവത്തായി ഒരുങ്ങാൻ വചനമെഴുത്തു മത്സരം അമ്മമാർക്ക് സഹായകരമായി. ഷെക്കിനായ ന്യൂസ്, കണ്ണൂർ. ലോകമെമ്പാടുമുള്ള വിവിധ കത്തോലിക്ക പദ്ധതികൾക്ക് വേണ്ട സാമ്പത്തിക സഹായം നൽകുന്ന ദി പേപ്പൽ ഫൗണ്ടേഷൻ ഈ വർഷം നൽകിയത് $8 ലക്ഷം സഹായം. സഭയുടെ വിവിധ ആവശ്യങ്ങൾക്കായി മാർപ്പാപ്പയുടെ അഭ്യർത്ഥനകൾ നിറവേറ്റുന്നതിനായി പ്രതിജ്ഞാബദ്ധമായി അമേരിക്ക കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയാണ് പേപ്പൽ ഫൗണ്ടേഷൻ. 42 രാജ്യങ്ങളിലായി അവാർഡുകളും സെന്റ് ജോൺ പോൾ II സ്കോളർഷിപ്പ് പ്രോഗ്രാം വഴി റോമിലെ 14 പൊന്തിഫിക്കൽ സർവകലാശാലകളിൽ 110 വൈദികർ, വൈദിക വിദ്യാർത്ഥികൾ, സന്യസ്തർ,
ആൽട്ട്മയർ എന്നിവർക്ക് പഠനം തുടരാൻ സഹായം നൽകുന്നതായും സംഘടന അറിയിച്ചു. സംഘടനയുടെ ആരംഭം മുതൽ $14 മില്യൺ സ്കോളർഷിപ്പ് തുകയായി നൽകിയിട്ടുണ്ടെന്ന് പേപ്പൽ ഫൗണ്ടേഷൻ വ്യക്തമാക്കി. സഭയുടെ വിവിധ ആവശ്യങ്ങൾക്കായി പരിശുദ്ധ പിതാവിന്റെ അഭ്യർത്ഥനകൾ നിറവേറ്റുന്നതിനായി മാത്രം പ്രതിജ്ഞാബദ്ധമായി അമേരിക്ക കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയാണ് പേപ്പൽ ഫൗണ്ടേഷൻ. ഓരോ വർഷവും പാപ്പയിൽ നിന്നും സഹായിക്കേണ്ട പദ്ധതികളെക്കുറിച്ചുള്ള ഒരു ലിസ്റ്റ് തങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്നും പാപ്പയാണ് പദ്ധതികൾ നിശ്ചയിക്കുന്നതെന്നും തങ്ങൾക്കിതിൽ യാതൊരു അജണ്ടയുമില്ലെന്നും സംഘടനയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ഡേവ് സാവേജ് വെളിപ്പെടുത്തിയിരുന്നു. സ്കൂളുകൾ, ദേവാലയങ്ങൾ, സെമിനാരികൾ, ആശുപത്രികൾ, പാസ്റ്ററൽ കേന്ദ്രങ്ങൾ, അനാഥാലയങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണ പുനരുദ്ധാരണത്തിനുമാണ് സംഘടന പ്രധാനമായും സഹായം നൽകിവരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്. വത്തിക്കാനിൽ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള തിരുപ്പിറവി രംഗവും ക്രിസ്മസ് ട്രീയും അനാവരണം ചെയ്തു. തടാകത്തിന് നടുവിൽ മത്സ്യത്തൊഴിലാളികളുടെ ചെറുകുടലിൽ ഉണ്ണിയേശുവും മാതാവും യൗസപിതാവും അടങ്ങുന്ന തിരുക്കുടുംബത്തിന് വാസസ്ഥലമൊരുക്കിയും വള്ളത്തിൽ ഉണ്ണിയേശുവിനെ സന്ദർശിക്കാൻ വരുന്ന രാജാക്കന്മാരെയും ചിത്രീകരിച്ച് വ്യത്യസ്തമായ രീതിയിലാണ് തിരുപ്പിറവി രംഗം ദൃശ്യാവിഷ്കരിച്ചിരിക്കുന്നത്. അഡ്രിയാറ്റിക് കടലിൽ വെനീസിനും ട്രിയസ്റ്റിനുമിടയിലുള്ള തടാകക്കരയിലെ ഗ്രോഡോ നഗര നിവാസികളാണ് ദൃശ്യവൽക്കരണത്തിന് നിർമ്മിതിക്ക് സഹായിച്ചത്. ആൻഡ്രിയ ഡി വാൽഡറൈനാണ് തിരുപ്പിറവി രംഗത്തിന്റെ ഡിസൈനും കൺസ്ട്രക്ഷൻ മാനേജറും. മനുഷ്യന്റെ ദാരിദ്ര്യത്തിൽ പങ്കുചേർന്നുകൊണ്ട് മനുഷ്യകുലത്തിന്റെ ബലഹീനമായ വിഭവശേഷികളെ തന്റെ കൃപയാൽ വിശുദ്ധീകരിച്ചും ശക്തീകരിച്ചും ദൈവരാജ്യം സ്ഥാപിക്കാനായി ദൈവം ഭൂമിയിൽ ജനിച്ച ക്രിസ്മസിന്റെ മനോഹാരിത അടയാളപ്പെടുത്തുന്നതാണ് ദൃശ്യവൽക്കരണമെന്ന് മാർപ്പാപ്പ പറഞ്ഞു. അതേസമയം വത്തിക്കാൻ ചത്തുരത്തിൽ സ്ഥാപിച്ച 29 മീറ്റർ ഉയരമുള്ള ഫിർ ക്രിസ്മസ് ട്രീ യേശു കേന്ദ്രസ്ഥാനത്തുള്ള സഭയുടെ പ്രതീകമാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഗ്രോഡോ തടാകത്തിലാണ് ഈ വർഷത്തെ തിരുപ്പിറവി രംഗം ഒരുക്കിയിരിക്കുന്നത്. വെനീസിനും ട്രിയസ്റ്റിനുമിടയിൽ അഡ്രിയാറ്റിക് കടലിലെ ഒരു ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഏകദേശം 8,000 നിവാസികളുള്ള ഒരു പട്ടണമാണിത്. മറിയം, യൗസേപിതാവ്, ഉണ്ണീശോ എന്നിവരുടെ പരമ്പരാഗത ക്രിസ്തുമസ് രൂപങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ ഒരു കുടിലിലാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് തിരുപ്പിറവി രംഗത്തിന്റെ ആർക്കിടെക്റ്റും ഡിസൈനറും കൺസ്ട്രക്ഷൻ മാനേജറുമായ ആൻഡ്രിയ ഡി വാൽഡർസ്റ്റൈൻ പറഞ്ഞു. ക്രിസ്മസ് മോടിയാക്കാൻ വത്തിക്കാന്റെ വിവിധയിടങ്ങളിൽ പാലസ്തീനിലെ കലാകാരന്മാർ നിർമ്മിച്ച പുൽക്കൂടുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്. ക്രിസ്മസ് ആഘോഷത്തിൻ്റെ തിരക്കിലേക്ക് നാടും നഗരവും പ്രവേശിക്കുമ്പോൾ ഈ തവണത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ വ്യത്യസ്തമാക്കുകയാണ് JPM കോളേജിലെ വിദ്യാർത്ഥികൾ. ക്യാമ്പസിൽ നക്ഷത്രഗ്രാമം ഒരുക്കിയാണ് വിദ്യാർത്ഥികൾ ഈ തവണത്തെ ക്രിസ്മസ് വേറിട്ടതാക്കുന്നത്. വിദ്യാർത്ഥികൾ നിർമ്മിച്ച വർണ്ണാഭമായ നക്ഷത്രങ്ങളാണ് JPM കോളേജിലെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ പ്രധാന സവിശേഷത. നക്ഷത്രഗ്രാമം ഒരുക്കിയാണ് JPM കോളേജിലെ വിദ്യാർത്ഥികൾ ഇത്തവണ ക്രിസ്മസ് ആഘോഷിക്കുക. പണ്ട് കൂട്ടുകാർ ഒത്തുചേർന്ന് മുളങ്കമ്പുകളും വൃക്ഷത്തലപ്പുകളും തുണി, കടലാസുകൾ എന്നിവ ഉപയോഗിച്ച് ആകർഷകമായ നക്ഷത്രങ്ങൾ നിർമ്മിച്ചിരുന്ന കാലത്തുനിന്നും റെഡിമെയ്ഡ് നക്ഷത്രങ്ങളിലേക്ക് മാറിയപ്പോഴും ക്രിസ്മസ് നക്ഷത്ര നിർമ്മാണത്തിന്റെ സന്തോഷം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നക്ഷത്രഗ്രാമം എന്ന ആശയം വിദ്യാർത്ഥികൾ തന്നെ മുന്നോട്ട് വെച്ചത്. ഓരോ ഡിപ്പാർട്ട്മെന്റിലും അധ്യാപകരുടെ നിർദ്ദേശാനുസരണം പൂർണ്ണമായും കൈകൊണ്ട് നിർമ്മിച്ച നക്ഷത്ര വിളക്കുകളാണ് തയ്യാറായിരിക്കുന്നത്. നയനമനോഹരമായി ഒരുക്കിയ നക്ഷത്രങ്ങൾ പോയ കാലത്തിന്റെ നല്ല ഓർമ്മകളിലേക്ക് മുതിർന്ന തലമുറയെ കൂട്ടിക്കൊണ്ടുപോകുന്നതോടൊപ്പം പുതിയ തലമുറയ്ക്ക് അത് കൈമോശം സംഭവിക്കാതിരിക്കാനും സഹായകമായെന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും പറയുന്നു. നക്ഷത്രഗ്രാമ നിർമ്മാണത്തിന് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺസൺ വി, പ്രോഗ്രാം കോർഡിനേറ്റർ ജോജിൻ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. ഷെക്കേന ന്യൂസ്, ഇടുക്കി.
സീറോ മലബാർ സഭയുടെ പ്രോ ലൈഫ് അപ്പസ്റ്റോലറ്റിൻ്റെ ലോഗോയ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അംഗീകാരം. പ്രോ ലൈഫ് അപ്പസ്റ്റോലറ്റിൻ്റെ ലോഗോ ഫ്രാൻസിസ് മാർപ്പാപ്പ ആശീർവദിച്ചു നൽകി. സീറോ മലബാർ സഭയുടെ പ്രോ ലൈഫ് അപ്പസ്തോലേറ്റിന്റെ മനോഹരമായ ലോഗോയ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ അംഗീകാരം നൽകിയിരിക്കുകയാണ്. കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാടിന്റെ കർദിനാൾ സ്ഥാനാരോഹണത്തിന് ഫാമിലി ലേറ്റി ലൈഫ് കമ്മീഷന്റെ പ്രതിനിധിയായി എക്സിക്യൂട്ടീവ് സെക്രട്ടറി സാബു ജോസ് വത്തിക്കാൻ സന്ദർശിച്ചപ്പോഴാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിച്ചത്. തദവസരത്തിലാണ് സീറോ മലബാർ സഭയുടെ പ്രോ ലൈഫ് അപ്പസ്തോലേറ്റിന്റെ ലോഗോ പാപ്പയെ കാണിച്ചത്. മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജെറേമിയ 1:5 എന്ന തിരുവചനം ലോഗോയിൽ കണ്ടപ്പോൾ നന്നായിരിക്കുന്നു, സന്തോഷം എന്ന് പാപ്പ പറഞ്ഞതായി സാബു ജോസ് വെളിപ്പെടുത്തി. തിരുവചനത്തോടൊപ്പം കുഞ്ഞിനെ വാത്സല്യത്തോടെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന മാതാവിന്റെ ചിത്രവും ലോഗോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. വത്തിക്കാനിലെ കുടുംബപ്രേക്ഷിത ഡിക്കാസ്ട്രിയുടെ മാതൃകയിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയാണ് സീറോ മലബാർ സഭയിൽ ജീവന്റെ സംരക്ഷണ ശുശ്രൂഷകൾക്കായി പ്രോ ലൈഫ് അപ്പസ്തോലേറ്റിന് രൂപം നൽകിയത്. കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ മാർ മാത്യു അറക്കലായിരുന്നു. ശേഷം മാർ ജോസഫ് കല്ലറങ്ങാട്ടും ഇപ്പോൾ മാർ ജോർജ് മടത്തിക്കടത്തിലുമാണ് പ്രോ ലൈഫ് അപ്പസ്തോലേറ്റ് കമ്മീഷൻ ചെയർമാൻ. പ്രോ ലൈഫ് അപ്പസ്തോലേറ്റ് പ്രത്യേക വിഭാഗം ചുമതലകൾ മാർ പീറ്റർ കൊച്ചുപുരക്കലിനുമാണ്. ദൈവമഹത്വത്തിനായി മനുഷ്യജീവന്റെ സമഗ്ര സംരക്ഷണം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന പ്രോ ലൈഫ് ശുശ്രൂഷകൾക്ക് മാർപ്പാപ്പയിൽ നിന്ന് ലഭിച്ച അംഗീകാരവും പ്രോത്സാഹനവും വലിയ സന്തോഷവും അഭിമാനവും ഉളവാക്കിയെന്ന് സാബു ജോസ് പറഞ്ഞു. പരിശുദ്ധ പിതാവ് അംഗീകാരം നൽകിയ ലോഗോയുടെ പകർപ്പുകൾ വത്തിക്കാനിലെ കുടുംബം, അൽമായർ, ജീവൻ എന്നിവയ്ക്ക് വേണ്ടിയുള്ള കാര്യാലയത്തിലും സമർപ്പിച്ചു. മെയ് മാസത്തിൽ വത്തിക്കാനിൽ നടക്കുന്ന ആഗോള കുടുംബ സംഗമത്തിൽ കേരളത്തിൽ നിന്നും നിരവധി കുടുംബങ്ങൾ പങ്കെടുക്കുമെന്നും സാബു ജോസ് അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് ഷിഗ്ന ന്യൂസ്. വെസ്റ്റ് ബാങ്കിൽ ബസ്സിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ 12 വയസ്സുകാരൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ജെറൂസലേമിലേക്ക് പോകുകയായിരുന്ന ബസ്സിന് നേരെയാണ് ഭീകരാക്രമണമുണ്ടായത്. വെസ്റ്റ് ബാങ്കിൽ ജെറുസലേമിലേക്ക് പോകുകയായിരുന്ന ബസ്സിനു നേരെയാണ് ഭീകരാക്രമണം ഉണ്ടായത്. പലസ്തീൻ പട്ടണമായ അൽഗാദറിന്റെ ജംഗ്ഷനിൽ വെച്ച് തോക്കുധാരിയായ അക്രമി ബസ്സിനു നേരെ വെടിയുതിർക്കുകയായിരുന്നു. വെടിവെപ്പിൽ 12 വയസ്സുകാരൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രയേൽ സുരക്ഷാസേന ഭീകരനെ പിന്തുടർന്നെങ്കിലും പിടികൂടാൻ സാധിച്ചില്ല. ഭീകരനെ പിടികൂടാനായി സൈന്യം ബദ്ലേം പ്രദേശം വളഞ്ഞതായും റോഡ് ബ്ലോക്കുകൾ സ്ഥാപിച്ചതായും IDF അറിയിച്ചു. 2023 ഒക്ടോബർ 7 ഗാസ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇസ്രായേലും വെസ്റ്റ് ബാങ്കിലുമായി നടന്ന ഭീകരാക്രമണങ്ങളിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. ഒക്ടോബർ 7 ശേഷമുള്ള സൈനിക നടപടികളുടെ ഭാഗമായി വെസ്റ്റ് ബാങ്കിലുടനീളം ഹമാസുമായി ബന്ധമുള്ള 2050-ലധികം പേർ ഉൾപ്പെടെ 5250 പലസ്തീനികളെ ഇസ്രായേൽ സൈന്യം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്. ഷെക്കീന അമേരിക്കാസ് വീക്ക്ലി റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.